പാത്രമായി ആകാശവീതി ഭൂമി മിറാജ് പോയതല്ലോ റസൂലേ മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച മഹമോദരേ ഒരു ജ്ഞാനപ്പുകൾ പാടുവേ. ഇതാ ഓരോരുത്തരായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുത്തുനബിതങ്ങളുടെ മഹത്വം നമ്മൾ അവരോട് ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മറുപടിയാണ് ഈ കേൾക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയായി മുത്തുനബിതങ്ങൾ ആരാണ് എന്ന്. അദ്ദേഹം മറുപടി പറയും, എന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചത് ഈ ഹബീബിന്റെ മഹത്വം കൊണ്ടാണ്, അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. ആദം നബിയുടെ മറുപടി മടയാളം സൂര്യകവാടം സുലഭമാക്കും സുന്ദരലിപിയാണീ നാവും സിറാവും ഷജറത്തിന്റെ ഇലയിൽ കൊത്തിയ ശുഭനാമം പറുദീസുകളിലെ തൂപം ചെടിയുടെ നിർമ്മണമാണ് പൊന്നാമം രാജ സുലൈമാൻ നബിയുടെ കയ്യിൽ മന്ദിരമാണ് പൊന്നാമം. ഒരു പ്രവാചകന്മാർ എല്ലാത്തിന്റെയും ഉടമയായ ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്. ആ ആളുടെ കയ്യിൽ തന്നെയാണ് സ്വർഗത്തിന്റെ താക്കോലുള്ളത്. ഇതിലെ ഏതെങ്കിലും ഒന്ന് ഇബ്രാഹിം നബിക്ക് കൊടുത്തൂടെ? കൊടുക്കൂല, അള്ളാഹ് കൊടുക്കൂല. മുത്തുനബി ലിവാഹുണ്ടല്ലോ, എന്നാ പിന്നെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഇബ്രാഹിം നബിനെ പറഞ്ഞയച്ചൂടെ? അള്ളാഹ് പറഞ്ഞേക്കൂല. എന്നാ പിന്നെ സ്വർഗത്തിന്റെ താക്കോൽ ആദം നബിക്ക് കൊടുത്തൂടെ? ഈ കണ്ട ആൾക്കാരുടെ ഒക്കെ വല്ലിപ്പല്ലേ, ആദ്യം മൂപ്പര് പോയിക്കോട്ടെ? ഇല്ല, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. അന്ന് എല്ലാവരും സമന്മാരാണ്. ഒരാളൊഴികെ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബികളെ മഹ്ശറിലേക്ക് വരുന്ന നേരം ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിങ്ങള്. ആൾക്കാർ ഈ ഒരാൾക്ക് വേണ്ടിയാ കാത്തിരിക്കണത്, ഈ ഒരാൾക്ക് വേണ്ടിയാണ്. അതാ ആ രക്ഷകൻ കടന്നു വരാം. ഞാനുണ്ടല്ലോ.